ആലപ്പുഴയിലെ വനിതാ ശിശു ആശുപത്രിക്കെതിരെ വീണ്ടും പരാതി. ഒരു വർഷം മുമ്പ് നവജാത ശിശുവിന്റെ വലത് കൈ തളർന്നത് പ്രസവം സംഭവിച്ചപ്പോഴുണ്ടായ പിഴവെന്ന് കുടുംബം. ആശുപത്രിക്കെതിരെ ഇന്ന് പരാതി നൽകുമെന്ന് കുട്ടിയുടെ പിതാവ് ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. ഒരു വർഷം മുൻപാണ് ആലപ്പുഴ ചിറ്റപ്പറമ്പിൽ വിഷ്ണുവിനും അശ്വതിക്കും കടപ്പുറം വനിതാ ശിശു ആശുപത്രിയിൽ ആൺകുഞ്ഞ് ജനിക്കുന്നത്. 7 മാസത്തെ സ്വകാര്യ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം സാമ്പത്തിക പ്രതിസന്ധി വന്നതോടെയാണ് സർക്കാർ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. എന്നാൽ കുഞ്ഞ് ജനിച്ചപ്പോൾ വലത്തെ കൈയുടെ സ്വാധീനം നഷ്ടപ്പെട്ടു. വാക്യൂം ഡെലിവറി ആയിരുന്നു. ഇങ്ങനെ ഇറക്കുന്ന വഴിയിൽ കൊച്ചിനെ എൻ്റെ കൈ കിട്ടിയപ്പോൾ കൊച്ചിൻ്റെ വലത്തെ കൈക്ക് സ്വാധീനമില്ലായിരുന്നു. ഞാൻ ചോദിച്ചത് എന്ത് പറ്റിയാന്ന് വെച്ചാൽ റേച്ചൽ പ്ലക്സസ് ഇഞ്ചറി ആണെന്ന് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് അത് 3 മാസം ഇല്ല 6 മാസത്തിനുള്ളിൽ റെഡിയാകും എന്ന് പീഡിയാട്രിക് അനുഭവമാണ് പറഞ്ഞായിരുന്നു. പിന്നെ കാണിക്കാത്തതായിട്ട് വേറെ ഹോസ്പിറ്റലും കാര്യങ്ങളൊന്നും. പ്രസവം കൈകാര്യം ചെയ്യുന്നതിൽ ആശുപത്രിക്കുണ്ടായ വീഴ്ചയാണ് കുഞ്ഞിന്റെ കൈയുടെ സ്വാധീനം നഷ്ടപ്പെടാൻ കാരണം. 3 മുതൽ 6 മാസത്തിനുള്ളിൽ കൈ ശരിയാകുമെന്നായിരുന്നു ആശുപത്രി അധികൃതരുടെ മറുപടി. എന്നാൽ 1 വർഷം പിന്നിട്ടിട്ടും കുഞ്ഞിന്റെ കൈയുടെ തളർച്ച ഇനിയും ഭേദമായിട്ടില്ല. ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ കുട്ടിയുടെ കാര്യങ്ങളൊന്നും ഡോക്ടർ അന്വേഷിച്ചിട്ടില്ല. ഈ ഒരു ഡെലിവറി വഴി വന്ന മിസ്റ്റേക്കാണ് കുട്ടിയുടെ കൈ ഇങ്ങനെ ആകാൻ കാരണം. കുഞ്ഞ് കൈ പൊക്കത്തില്ല, ഇതുവരെ നടക്കാൻ തുടങ്ങിയിട്ടില്ല. ഇപ്പോഴാണ് ഇരിക്കാൻ തുടങ്ങിയത്. എല്ലാം ലേറ്റായിട്ടാണ് നടക്കുന്നത്. ഇരിക്കാൻ തുടങ്ങിയെങ്കിലും ചിലപ്പം സപ്പോർട്ട് ഇല്ലെങ്കിൽ ചരിഞ്ഞു പോകും. കാരണം വലത്തേക്ക് കുത്താൻ പറ്റത്തില്ല സപ്പോർട്ട് കൊടുക്കാനായിട്ട്. നടക്കാൻ തുടങ്ങിയിട്ടില്ല ഇതുവരെ. കുടുംബത്തിന്റെ പരാതിയിൽ അന്വേഷണം നടത്തുമെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞെങ്കിലും പിന്നീട് പുരോഗതിയൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ 1 വർഷത്തിലേറെയായി കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങളുടെ കാരണം ആശുപത്രിയുടെ ഈ അനാസ്ഥയാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി ഇന്ന് വിഷ്ണു ആലപ്പുഴ DYSPക്ക് പരാതി നൽകും. ന്യൂസ് മലയാളം, ആലപ്പുഴ.